ജോസഫ് മാഷ് അയർലൻഡിലോ മറ്റോ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരാൾ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനുശേഷം പരസ്പരം സംസാരിച്ചിട്ടുണ്ട്. അപ്പം പലർക്കുമിടയിലുള്ള ധാരണ കൈവെട്ടുന്നതിന് പ്രചോദകമാകുന്ന വിധത്തിൽ ഞാൻ സംസാരിച്ചു എന്ന തരത്തിലൊരു പ്രചരണമുണ്ട്. കൈ നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ മഠേനാണ് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള തരത്തിലൊരു ആഖ്യാനമുണ്ട്. ഇതൊന്നുമല്ല, നിയമസഭാ റെക്കോർഡുകളിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. വേണ്ടത്ര കരുതലില്ലാത്ത ഒരു ചോദ്യമായിപ്പോയി. പിന്നെ ഞാൻ പ്രയോഗിച്ച വാക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പലത് ഇനിയിപ്പോൾ ആ ടെക്സ്റ്റ് എന്താണെന്ന് നോക്കാതെ അതിനെക്കുറിച്ച് ഞാനൊന്ന് ഒന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയിൽ കൃത്യമായിട്ടില്ല. അപ്പം അദ്ദേഹം കരുതൽ കാണിച്ചില്ല എന്ന അർത്ഥത്തിലുള്ള പരാമർശമാണ് ഞാൻ നടത്തിയത്. അന്ന് താങ്കൾ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവന വളരെ വിവാദം ഉണ്ടാക്കിയിരുന്നു. അത് ജോസഫ് മാഷിനെ ഒരു രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അബദ്ധം എന്ന് തന്നെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രസ്താവന നടത്താനിടയായ സാഹചര്യം? അത് അന്ന് മതമൗലികതവാദികൾ ഇത് ഉപയോഗിക്കുന്നതിനെല്ലാം എതിരായ സമീപനമാണ്. മതമൗലികവാദത്തിനെതിരായിട്ട് എപ്പോഴും ഉറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ഞാനെന്ന് പറഞ്ഞത് വേണ്ടത്ര ബുദ്ധിപൂർവം ആലോചിക്കാതെയാണ് ഈ അധ്യാപകൻ ഈ ചോദ്യം തയ്യാറാക്കിയത്. അതിനകത്ത് ഒരു ഭ്രാന്തൻ്റെ പേരാണ് മുഹമ്മദ് എന്ന്. ഞാനത് മുഴുവൻ വായിച്ചതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അത് മറ്റേ PT കുഞ്ഞുമുഹമ്മദിൻ്റെ ഏതോ ഒരു തിരക്കഥയിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇപ്പം ഇന്ന് ഇന്ത്യയിൽ ഒരു പരീക്ഷയ്ക്കെല്ലാം ഒരു പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് വേറെ ഒരു ആരാധിക്കപ്പെടുന്ന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് മുഹമ്മദ് പേരുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രവാചകനെയാണ് ഈ ഭ്രാന്തനായിട്ട് ഇതിലൂടെ ചിത്രീകരിച്ചതെന്ന് പറയാൻ ഇവർക്ക് അവസരം കിട്ടിയെന്നുള്ളതാണ് വിഷയം. അപ്പം കൈവെട്ടിയിട്ടില്ല. കൈവെട്ടിയപ്പോഴല്ല. ഒരിക്കലും അല്ല. അതിനകത്ത് ഞാൻ പറയട്ടെ സഹോദരി, അതിനകത്തുള്ള വിഷയം അപ്പോൾ എൻ്റെ മുമ്പിലുള്ള വിഷയമെന്ന് പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തെ അധിക്ഷേപിക്കുന്ന ചോദ്യം വന്നിരിക്കുന്നു. അതാണ് വിഷയം. കൈവെട്ടുന്നതൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങളാണ്. അപ്പം ആ വിഷയത്തിൽ ഉള്ള പ്രതികരണമാണ് ഇത് മനസ്സിലാവുമ്പോൾ. വേറൊരു ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇപ്പം വേറൊരു ഒരു തെറ്റായി മോശമായ ഒരു സ്വഭാവത്തോടു കൂടി ഒരു മനുഷ്യൻ ഒരു ചോദ്യത്തിലൊരു കഥാപാത്രമായിട്ട് വരുന്നു. ക്രിസ്തു എന്ന് പേര് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ രാമൻ എന്ന് പേര് കൊടുക്കുകയാണ്, ബുദ്ധൻ എന്ന് പേര് കൊടുക്കുകയാണ്. ബുദ്ധിശൂന്യനായിട്ടൊരാളെ ഒരു കഥാപാത്രമാക്കുന്നു. കഥകളൊക്കെ എഴുതാൻ ധൈര്യമുള്ള ആർക്കും എഴുതാം. പക്ഷെ അതൊരു ചോദ്യത്തിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ആ ചോദ്യം തയ്യാറാക്കുമ്പോൾ എത്ര സെൻസിറ്റീവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ദൈവമേ, അല്ലെങ്കിൽ ദൈവന്തോ അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ആ ചോദ്യം എഴുതണമെന്ന് എന്നെ തോന്നിച്ചത് എപ്പോഴാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം തന്നെ ഒരു വളരെ ഭംഗിയായിട്ട് ഒരുപാട് കോപ്പികളൊക്കെ ഇറങ്ങിയ പുസ്തകമാണ്. അത് ഞാൻ വായിച്ചു. അപ്പോൾ അതിനകത്ത് അദ്ദേഹം തന്നെ ഞാൻ ചെയ്തത് ശരിയാണോ എന്നുള്ളത് ചിന്തിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ളത് ഇവർ പിടിച്ചു വെച്ച് കൈവെട്ടാൻ പോകുന്നു, അതൊക്കെ പിന്നീട് നടന്ന ഇത് തന്നെയാണ് ഈ തെറ്റിദ്ധാരണ. അങ്ങനെ കൈവെട്ടുന്നതിലേക്ക് നയിച്ചില്ലേ എന്നെല്ലാം. കൈവെട്ടുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും ഈ ഭീകരന്മാർ കൈവെട്ടും. അന്നേരം എൻ്റെ മുമ്പിലുള്ള ചോദ്യം, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള ഒരു അധ്യാപകൻ ഒരു കോളേജിൽ പരീക്ഷ നടത്തുമ്പോൾ ചോദ്യം തയ്യാറാക്കുമ്പോൾ ആ ചോദ്യത്തിൽ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാവുന്ന ഒരു പരാമർശം, അതൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം നിഷ്കളങ്കമായിട്ട് തന്നെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ നിഷ്കളങ്കമായിട്ട് ഒരു അബദ്ധം ചെയ്യുന്നതിന് ന്യായീകരിക്കാൻ പറ്റുമോ? അതായിരുന്നു അന്നത്തെ വിഷയം. അപ്പോൾ അത് എനിക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിനകത്ത് എനിക്കൊരു കൊണ്ട് വരും. ഇപ്പം മദനിയെക്കുറിച്ചുള്ള ചോദ്യം വന്നു. ഇപ്പം മദനിയെ ഞാൻ ന്യായീകരിക്കുന്നു, തെറ്റാണ്. മദനി തീവ്രവാദപരമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മദനി തെറ്റായ വർഗീയ നിലപാടെടുത്തിട്ടുണ്ട്. അങ്ങനൊരു മദനിയുണ്ട്. എന്നാൽ ഞാൻ പിന്നെ ബന്ധപ്പെട്ടിട്ടുള്ള മദനി കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അദ്ദേഹത്തിന് പങ്കില്ലാതെ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറഞ്ഞ് 7-8 വർഷം ജയിലിൽ കിടന്നു. വിചാരണ നടത്തി അദ്ദേഹത്തിനൊരു പങ്കുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മോചിതനായി. ആ മോചിതനായതിനു ശേഷം ഞാൻ ഇതുവരെ പിന്തുടർന്ന ഈ തീവ്രവാദപരമായ സമീപനം അതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മദനിയെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ മാറുന്നൊരു മദനിയെ, ആ മദനിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പ്രയാസവുമില്ല. രണ്ടാമത് ആ കർണാടകയിൽ അഗ്രഹാര ജയിലിൽ അദ്ദേഹം 7-8 വർഷം, ഇപ്പോഴും തീർന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്, കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. അദ്ദേഹം ജാമ്യത്തിലാണ് പുറത്തുള്ളത്. അതിലദ്ദേഹത്തെ
പെടുത്തിയതെന്ന് പറഞ്ഞാൽ ഒരു എങ്ങനെ ഒരു ഗൂഢാലോചനയിലൂടെ ഒരു മനുഷ്യനെ ഇത്ര കാലവും ജയിലിലടയ്ക്കാമെന്നുള്ളൊരു ഉദാഹരണമാണ്. പത്തനംതിട്ടയിലെ പത്രസമ്മേളനത്തിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പ്രശസ്തയായ ഒരു പത്രപ്രവർത്തക എങ്ങനെയാണ് ഈ കെട്ടിച്ചമച്ച കേസിൽ ഈ മദനിയെ ജയിലിലടച്ചു എന്നുള്ളത് മുഴുവൻ തെളിവ് സഹിതം വെളിപ്പെടുത്തി അന്വേഷണാത്മകമായ പത്രപ്രവർത്തനത്തിലൂടെ ആ വിവരങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തിയ ആ പത്രപ്രവർത്തകയെ ഭീകരവാദ വിരുദ്ധ നിയമം വെച്ചിട്ട് കേസ് ചാർജ് ചെയ്തു. ഇപ്പോൾ ആ പത്രപ്രവർത്തകരുടെ പേര് തന്നെ ഞാൻ പറയാം, KK ഷാഹിനെയാണ് ആ പത്രപ്രവർത്തക. ഇതെല്ലാം വസ്തുതകളല്ലേ, ആ വസ്തുതകൾ നമ്മൾ പറയണ്ടേ? അപ്പോൾ അത് പറയുമ്പോൾ എങ്ങനെയാണ് ഉടനെ മദനി എന്ന് പറയുന്ന ഭീകരവാദി ന്യായീകരിക്കുന്ന ആളായിട്ട് ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം അടർത്തി മാറ്റി അവതരിപ്പിക്കുക? ഇങ്ങനെ ഇത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കാര്യത്തിലും സംഭവിച്ചത്, അന്ന് ഞാനെന്ത് പറഞ്ഞാലും അത് ഒരു ആക്രമണത്തിനും വിമർശനത്തിനും വിധേയമാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പം മറ്റേ മതമില്ലാത്ത ജീവൻ എന്ന് പറയുന്നൊരു പാഠം അത് വലിയ വിവാദമായി മാറി. അപ്പം അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ആ പാഠം മുഴുവൻ മാറ്റാൻ തയ്യാറായിക്കൊണ്ട് ബേബി കീഴടങ്ങുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ ഒരാൾ ലേഖനം എഴുതി വാരികയിൽ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അത് ദീർഘമായിട്ട് എൻ്റെ കത്ത് വന്നു. ആ പാഠം മുഴുവൻ നീക്കിയിട്ടില്ല, ആ പാഠം അതേപടിയുണ്ട്. ആകെ ഇവരുടെ പേര് ലക്ഷ്മി ദേവി എന്നും അൻവർ റഷീദ് എന്നും. ഇപ്പോഴും അത് ബൈഹാർട്ടാണ് എനിക്ക്. അൻവർ റഷീദിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും മകനാണ് ജീവൻ. ആ ജീവൻ അഡ്മിഷന് പോകുമ്പോൾ ഇപ്പം മതവും ജാതിയൊന്നും വെക്കണ്ട, അയാൾ വളർന്നു വരുമ്പോൾ വേണമെങ്കിൽ ജാതിയും മതവും എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഇവരുടെ പേര് മാറ്റിയതൊഴികെ ബാക്കി മുഴുവൻ ആ പാഠം അതേപടി നിലനിൽക്കുന്നുണ്ട്. അപ്പം പണ്ഡിതനായ ഒരാൾ മറ്റേ മാതൃഭൂമി വാരികയിൽ എഴുതിയ ലേഖനത്തിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെല്ലാം കൊണ്ടുവന്നു, പ്രശ്നമുണ്ടായപ്പോൾ ആ പാഠം അതേപടി പിൻവലിച്ചു. എൻ്റെ സുഹൃത്ത് ശശികുമാർ, ഏഷ്യാനെറ്റ് സ്ഥാപിച്ച ശശികുമാറും ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹവും അത് വിശ്വസിച്ചു. കാര്യം അച്ചടിച്ചാൽ അത് വിശ്വസിക്കുക എന്നുള്ളതാണ് മനുഷ്യ സഹജം. അദ്ദേഹം പറഞ്ഞാൽ എന്നാലും അത് പാഠപുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തിയെല്ലാം നന്നായി, പക്ഷെ അത് ഇവർ ബഹളം വെച്ച് പിൻവലിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എവിടെ പിൻവലിച്ചു? ആ പേര് മാറ്റിയിട്ടുണ്ട്. പിന്നെ നെഹ്റുവിൻ്റെ ഔസ്യത്ത് അതുണ്ടായിരുന്നു, അത് നീക്കണമെന്ന് കോൺഗ്രസ്സുകാർ ആവശ്യപ്പെട്ടു. നെഹ്റുവിൻ്റെ ഞാൻ വളരെ മഹത്താണെന്ന് കരുതുന്ന ഔസ്യത്തിൻ്റെ ഭാഗം നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ്സുകാർ പറയാൻ ഞാൻ മാറ്റിയേക്കാം. അതായിരുന്നു അത് കോൺഗ്രസ്സുകാർക്ക് അഭിമാനം തോന്നേണ്ടതാണ്. എനിക്ക് ജാതി മതപരമായ ഒരു സംസ്കാരമല്ല ഞാൻ മരിച്ചാൽ വേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒസ്യത്ത്. അതും ഈ പാഠത്തിൻ്റെ ഭാഗമായി ചേർത്തിരുന്നത്. ആ രണ്ട് മാറ്റങ്ങൾ മാത്രമാണ് ആ പാഠത്തിൽ വരുത്തിയത്. അത് തന്നെ വേറൊരു തരത്തിലാണ് സമൂഹത്തിൽ അവതരിപ്പിച്ചതെന്നുള്ളതാണ്. ഇങ്ങനെ നമ്മുടെ കോളേജ് വിദ്യാഭ്യാസ മേഖലയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇത് എങ്ങനെയെല്ലാം ദുരുപയോഗപ്പെടുത്തപ്പെടാം എന്നുകൂടി നോക്കിക്കൊണ്ട് മാത്രമേ എന്തും തയ്യാറാക്കാൻ പാടുള്ളൂ. ആ കരുതൽ ആ അധ്യാപകൻ കാണിച്ചില്ല എന്നുള്ള എൻ്റെ ഉത്കണ്ഠ മാത്രമാണ് എൻ്റെ പ്രതികരണത്തിലുണ്ടായിരുന്നത്. ആരെയെങ്കിലും വേദനിപ്പിക്കാനോ ആരെയെങ്കിലും ആനന്ദിപ്പിക്കാനോ വേണ്ടിയായിരുന്നില്ല ആ ഒബ്സർവേഷൻ നടത്തിയത്.